റൈറ്റ്. ഇവിടെ ശ്രീ സേനാപതി വേണു, താങ്കൾ നേരത്തെ ഈ പുനരന്വേഷണം, റീഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, തുടരന്വേഷണവും ഏതാണ്ട് വലിയ വ്യത്യാസങ്ങളില്ലാത്ത ഒന്നുപോലെയാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അതേക്കുറിച്ച് ഇപ്പോൾ ശ്രീ അനിൽകുമാറും ശ്രീ ജയചന്ദ്രനും ഒക്കെ സംസാരിച്ചു. നേരത്തെ ശ്രീ ജയചന്ദ്രൻ സൂചിപ്പിക്കുകയും ചെയ്തു. ഇതേ ജഡ്ജ്മെൻറ്റിൽ തന്നെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ സ്പഷ്ടമായി തന്നെ ഇതിനെ വേർതിരിച്ച് തന്നെയാണ് കോടതി കാണുന്നത്. റീഇൻവെസ്റ്റിഗേഷൻ ought to be ordered only in exceptional cases ആസ് ഹെൽഡ് ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് 2013 വിനയ് ത്യാഗി വേഴ്സസ് ഇർഷാദ് അലി ദീപക് ആൻഡ് അതേഴ്സ് കേസ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് റീഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഈ കേസിൽ ആവശ്യമുള്ളതല്ല എന്ന് കോടതി പറഞ്ഞു വെക്കുന്നത്. അതേസമയം തുടരന്വേഷണം വരണം എന്ന് പറയുന്നതിൻ്റെ കാരണം, ഈ കേസിൽ ഇപ്പോൾ അന്വേഷണം നേരിടുന്നയാൾ മന്ത്രിയായതുകൊണ്ട് തന്നെ അതിനെതിരെ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പോരാ, അതിന് ഒരു സുപ്പീരിയർ ഏജൻസി വേണം. ആ സുപ്പീരിയർ ഏജൻസി എന്ന് പറയുന്നത് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ആവട്ടെ എന്ന നിലയിൽ തുടരന്വേഷണത്തെക്കുറിച്ച് കോടതി വളരെ സ്പഷ്ടമായി പറഞ്ഞു വച്ചിരിക്കുന്നു. അതിൽ തന്നെ മറ്റൊന്നുകൂടിയുണ്ട്. അതായത് ഈ അന്വേഷണം നേരിടുന്നയാൾ മന്ത്രിയാണ് എന്ന് വെച്ചാൽ മന്ത്രിയായിരിക്കുന്ന ആൾക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തട്ടെ എന്ന് കോടതി പറയുമ്പോൾ ആ ആൾക്ക്, മന്ത്രിയായിരിക്കുന്നയാൾ രാജിവെക്കണം എന്നത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു നിഗമനമോ നിരീക്ഷണമോ ഒന്നും കോടതിയുടെ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു ഭാഗത്തും വന്നിട്ടേയില്ല എന്നതും വ്യക്തം. അവിടെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ആവശ്യം നിരാകരിക്കപ്പെടുന്നില്ലേ? ശ്രീ അനിൽകുമാർ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ ഈ ആവശ്യം എന്നുള്ളത് രാഷ്ട്രീയ കാരണങ്ങളാൽ ഒരു രാഷ്ട്രീയ ആയുധത്തിനപ്പുറത്തേക്ക്, രാഷ്ട്രീയ പ്രേരിതം എന്നതിനപ്പുറത്തേക്ക് അതിന് യാതൊരു സ്കോപ്പുമില്ല. ഇന്ന് KPC പ്രസിഡന്റ് പറഞ്ഞ എന്താണ്, വഴിയിൽ തടയും എന്ന നിലയിൽ പറയുന്നു. നോക്കൂ, നേരത്തെ വന്നതുപോലെ ഈ പ്രൊസീഡിങ്സ് ഒക്കെ നടക്കുമ്പോഴും മന്ത്രി സജി ചെറിയാൻ ഈ കേസിൽ കക്ഷിയല്ല. അദ്ദേഹത്തിൻ്റെ ഭാഗം അവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, ഈ കേസിൻ്റെ മെറിറ്റിലേക്കൊട്ട് പോയിട്ടുമില്ല. അത് വേറെ നടക്കേണ്ട സംഭവമാണ്. അത് അന്വേഷണത്തിനെ തുടർന്ന് നടക്കേണ്ടതാണ്. മാത്രമല്ല, ഇതിന് അപ്പീൽ പ്രൊവിഷനും നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നിരിക്കെ നിങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ ഒരു പരീക്ഷണ വസ്തുവാക്കാനോ ആയുധമാക്കാനോ ശ്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു കഴമ്പും യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഇപ്പോൾ സമൂഹത്തോട് പറഞ്ഞു ബോധ്യപ്പെടുത്താനാവുമോ? ശരത്തെ, അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ ഇടയ്ക്ക് ഈ ഓൺലൈൻ ഇങ്ങനെ കട്ടാകുന്നതിന്റെ സാങ്കേതിക വിദ്യ, അപ്പം എന്താന്ന് വെച്ചാൽ നമ്മുടെ എതിർ പാനലിലുള്ളവർ പറയുന്നത് കുറച്ചു നേരം നമുക്ക് മിസ്സാകും. അപ്പം ഈ ഇങ്ങനെ ഇടയ്ക്ക് ഇത് കട്ടാകും. അതിന്റെ പറഞ്ഞെന്ന് മാത്രം സാങ്കേതികത്വം എന്താണെന്നുള്ളതൊന്ന് പരിശോധിക്കണം. ഇടയ്ക്ക് ഇത് കട്ടാവുമ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറഞ്ഞേ, അതിന്റെ ഒരു സ്വാഭാവികമായ ഫ്ലോയില് കുറവ് വരുന്നു. ഞാൻ ജയചന്ദ്രൻ സാർ ഇടയ്ക്ക് പറഞ്ഞത് എനിക്ക് കേൾക്കാനും പറ്റിയില്ല. ഇത് എന്താ പറഞ്ഞ റീബേക്ക് ചെയ്തു വന്നു. അപ്പോ ഞാൻ ശ്രീ ബഹുമാന്യനായ അഡ്വക്കേറ്റ് അനിൽകുമാർ സാർ പറഞ്ഞവിടത്ത് തന്നെ തുടങ്ങാം. അദ്ദേഹം വളരെ സീനിയറായ ഒരു അഭിഭാഷകനാണ്, നല്ലതുപോലെ പ്രാക്ടീസ് ഉള്ള ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഒരു കേസിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ പ്രതിയെ കേൾക്കണമെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ അല്ലെങ്കിൽ പഴയ CRPC, ഇപ്പോൾ അത് BNSS ആയി, ഇതിലെവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇവിടെ സജി ചെറിയാൻ എന്ന് പറയുന്ന ആൾ, ഹീസ് ആൻ അക്യൂസ്ഡ്, ദ കേസ് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ പ്രതിയുടെ ഒരു കാര്യവും പറയാനുള്ള അവകാശമോ വേദിയോ ഇല്ല. അത് അദ്ദേഹത്തിന് പറയാം എപ്പോഴാ? അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം, ആ കുറ്റപത്രം വായിച്ചു കേട്ടതിന് ശേഷം, അതൊന്നുകിൽ എൻ്റെ പേരിലുള്ള കുറ്റം നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് 239 അനുസരിച്ച് അദ്ദേഹത്തിന് ആ കോടതിയിൽ തന്നെ എന്താ പറയുക, ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കുക, അതല്ലെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോകാം. ഇത് ബഹുമാന്യനായ അനിൽകുമാറിന് അറിയാവുന്ന ഒരു കാര്യവുമാണ്. പക്ഷെ അദ്ദേഹം ആ വസ്തുത മറച്ചു വെച്ചു. അങ്ങനെയല്ല സേനാപതി, അത് കോർട്ട് പ്രൊസീഡിങ്സ് ആണ്. യെസ്, അതല്ല വിഷയം. നിങ്ങൾ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ട പ്രശ്നത്തിന്റെ ഉള്ളടക്കം ഈ കോടതി ചർച്ച ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് വരികയാണ്. ശരത്തെ, 1971 ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നത്. ആ നിയമത്തിന്റെ പേര് ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് 1971, 69 ഓഫ് 1971. അതിനകത്ത് 3.5 സെക്ഷനേ ഉള്ളൂ. 4ാമത്തെ സെക്ഷൻ അല്ല, 3A എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ 2ാമത്തെ സെക്ഷനാണ്, അതായത് ഇൻസൾട്ട് ടു ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അത് വായിക്കുന്നില്ല. അപ്പോ 1971 പാർലമെന്റ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുമ്പോൾ പാർലമെന്റിന് അറിയാം, എന്തറിയാം, ഭാവിയിൽ നാളെകളിൽ സജി ചെറിയാനെ പോലെയുള്ള ആളുകൾ, ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട്, ഈ രീതിയിലുള്ള ആ ഭരണഘടനയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. ഇവിടെ എൻ്റെ ബഹുമാനായ 2 സ്നേഹിതര്, ശ്രീ ജയചന്ദ്രനും അനിൽകുമാറും, രണ്ടുപേരും നല്ലപോലെ വസ്തുതകൾ പഠിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഞാൻ അവരോട് വിനീതമായിട്ട് ചോദിക്കുന്നു, രണ്ടുപേരും പറയുന്നത് പ്രസംഗം കേവലം ഒരു കേവലം സാങ്കേതികമല്ല,
ആ പ്രസംഗത്തിന്റെ വാക്കുകൾ തന്നെയല്ലേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരനെ എഴുതി വെച്ച് അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം, ജനാധിപത്യം എന്നിവയുടെ കൂടെ കുന്തം കൊടച്ചക്രം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സെന്റൻസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ടു ലൂട്ട് ദ പീപ്പിൾ. ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയതാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് ആ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരാൾ, അതാണല്ലോ ഇതിനകത്ത് ഏറ്റവും വലിയ അദ്ദേഹം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും ഭരണഘടനയിൽ തൊട്ടുകൊണ്ട് ഞാൻ സജി ചെറിയാൻ എന്ന ഞാൻ ഇന്ത്യൻ ഭരണഘടനയോടുള്ള കൂറും പ്രതിബദ്ധതയും എന്ന് പറഞ്ഞുകൊണ്ട് നിർവ്യാജ്യമായ പ്രതിബദ്ധതയും കൂറും പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ആ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തയാള് ഇവിടെ അനിൽകുമാർ പറഞ്ഞ അല്ല, സേനാപതി പറഞ്ഞ ഈ വാദം എപ്പോഴാണ് കോടതി ഈ പറയുന്ന വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ കേസിൽ പ്രതിയായി വരുന്ന ഒരാൾക്കെതിരെ ചാർജ് കൊടുത്ത് അതിലൊരു ഓർഡർ വന്നു കഴിയുമ്പോൾ നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ മുന്നോട്ട് വെക്കേണ്ട വാദമാണ്. ഇവിടെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഘട്ടത്തിലുള്ള ഡയറക്ഷൻസ് ആണ് കോടതി കൊടുത്തിട്ടുള്ളത്. കേസിന്റെ മെറിറ്റിലേക്ക് താങ്കൾ ഉന്നയിച്ച ഇപ്പോൾ ഈ കേസിന് ആധാരമായ സംഭവത്തെക്കുറിച്ച് അതിന്റെ മെറിറ്റിലേക്കോ ഉള്ളടക്കത്തിലേക്കോ അല്ല കോടതി പോയിട്ടുള്ളത്. അത് വേറെ കോണ്ടെക്സ്റ്റിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ലല്ല, വളരെ കൃത്യമായിട്ട് കോടതി ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? കീഴ്വായൂർ പോലീസ് സ്റ്റേഷന്റെ ഹർജിക്കാരന്റെ കേസ് കോടതി അക്സെപ്റ്റ് ചെയ്തത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അവരുടെ മൈൻഡ് അപ്ലൈ ചെയ്തിട്ടില്ല. മൈൻഡ് അപ്ലൈ ചെയ്യാതെയാണ് ആ റഫർ റിപ്പോർട്ട് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ വളരെ കൃത്യമായി. അതാണ് സേനാപതി ഞാൻ പറഞ്ഞത്. അതിലേക്ക് അന്വേഷണ സംഘം അല്ലെങ്കിൽ ആ പോലീസ് ഓഫീസർ നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിലുള്ള പ്രശ്നങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിനെന്താണ് ഇനി ചെയ്യേണ്ടത്? അതിനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ. ഇവിടെ നടന്നിരിക്കുന്ന ക്രിമിനൽ കുറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു പ്രഖ്യാപിത നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായ ഒരു മന്ത്രി ചെയ്തിരിക്കുന്നു. ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്ത ഭരണഘടനയെന്ന് കോടതി ആ സ്റ്റേറ്റ്മെന്റിലേക്ക് പോയിട്ടില്ല സേനാപതി. കോടതി അങ്ങനാണെങ്കിൽ ആ മന്ത്രിയെ കേൾക്കേണ്ടി വരും, ആ പ്രതിയെ കേൾക്കേണ്ടി വരും. ഏതൊരു വ്യക്തിക്കും അവകാശപ്പെട്ട നാച്ചുറൽ ജസ്റ്റിസ് ഉണ്ട്. ഇല്ല, അപ്പോൾ അത് അന്വേഷണത്തെ കുറിച്ചാണ്, അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചാണ്. അല്ല, നമ്മുടെ ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ പ്രതിയെ കേൾക്കേണ്ട കാര്യമില്ല. പക്ഷെ അപ്പൊ ആ കേസിന്റെ മെറിറ്റ് എടുത്ത് വെച്ച് വാദിക്കരുത് ഇതുപോലെ. അപ്പോൾ സേനാപതി ചെയ്തതുപോലെ കേസിന്റെ മെറിറ്റ് എടുത്ത് വെച്ച് വാദിക്കരുത്. കാരണം അതിന്റെ ഘട്ടമാകുന്നതേ ഉള്ളൂ. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. അല്ല, ഇവിടെ നടന്നിരിക്കുന്ന കുറ്റകൃത്യം, ആ കുറ്റകൃത്യം 600/2020 കോടതിയുടെ മേലെ ചാർത്തരുത്. കീഴ്വായ്പൂർ പോലീസ് എടുത്തിരിക്കുന്ന കേസിന്റെ കുറ്റകൃത്യം എന്താണ്? ആ കുറ്റകൃത്യം ഇന്ത്യയുടെ ഭരണഘടനയെ കോടതി അതിനകത്തൊരു കോടതി അതിലേക്ക് പോയിട്ടില്ല. ശ്രീ അനിൽകുമാർ, ഈ കോണ്ടെക്സ്റ്റിൽ താങ്കളുടെ കൂടി ഒരു എൻട്രി അനിൽകുമാർ. കോടതി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കോടതി അങ്ങനെ പോയിട്ടുണ്ട് കേസിന്റെ മെറിറ്റിലേക്ക്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: പോലീസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതി നിരാകരിക്കണമായിരുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതിന് പകരം എന്നിട്ട് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പകരം തുടരന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തട്ടെ. ഇത്രയും കാര്യം കോടതി പറയുമ്പോൾ അതിനർത്ഥം കേസിനകത്തേക്ക് കോടതി പോയിരിക്കുന്നു എന്നാണ് സേനാപതി പറഞ്ഞു വെക്കുന്നത്.